പാരീസ് ഒളിമ്പിക്സിൽ അയോഗ്യയാക്കിയതിനെതിരെ ഇന്ത്യയുടെ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് നൽകിയ ഹർജി കായിക തർക്ക പരിഹാര കോടതി തള്ളിയതായി സൂചന. വെള്ളി മെഡൽ അനുവദിക്കണമെന്നായിരുന്നു വിനേഷ് ഫോഗട്ടിന്റെ ആവശ്യം. അനിൽ വാസുദേവ് ഇപ്പോൾ സ്പോർട്സ് ഡെസ്കിൽ നിന്നും വിവരങ്ങളുമായി. അനിൽ, എന്തൊക്കെയാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ? ഉന്മേഷ, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം അനുസരിച്ച്, അല്ലെങ്കിൽ അതിന്റെ ഓർഡർ പുറത്തിറങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. അതായത് വിനേഷ് ഫോഗട്ടിന്റെ അപ്പീൽ തള്ളിയിരിക്കുന്നു. വെള്ളി മെഡൽ അനുവദിക്കണമെന്ന ആവശ്യം തള്ളിക്കളഞ്ഞിരിക്കുകയാണ് കായിക തർക്ക പരിഹാര കോടതി. 2 ദിവസത്തിനകം കൂടി ഇതിനകത്ത് വിധി വരുമെന്നാണ് പറഞ്ഞിരുന്നത്. അതിനകം വിധി പറഞ്ഞാൽ മതി എന്നാണ് ആർബിട്രേറ്റർക്ക് കായിക തർക്ക പരിഹാര കോടതി നിർദ്ദേശം നൽകിയിരുന്നത്. പക്ഷേ 2 ദിവസം മുമ്പ് തന്നെ ഇപ്പോൾ അതിന്റെ ഒരു ഓപ്പറേഷണൽ പാർട്ട്, അതായത് എന്താണോ വിധി അത് മാത്രമാണ് ഇപ്പോൾ ആർബിട്രേറ്റർ, അത് ഓസ്ട്രേലിയക്കാരിയായ ആർബിട്രേറ്റർ നൽകിയിരിക്കുന്നത്. ഒറ്റ വരിയാണ് പറഞ്ഞിരിക്കുന്നത്. 7-ാം തീയതി വിനേഷ് ഫോഗട്ട് നൽകിയ അപ്പീൽ തള്ളിയിരിക്കുന്നു എന്നത് മാത്രമാണ് ഇപ്പോൾ ആ വിധിയിലുള്ളത്. എന്തുകൊണ്ട്, ഏത് സാഹചര്യത്തിൽ എന്നതൊക്കെയുള്ള വിശദമായ വിധി പിന്നീട് വരുമെന്നാണ് ആ ഉത്തരവിൽ പറയുന്നത്. എന്തായാലും വളരെയധികം നിരാശയുണ്ടാക്കുന്ന ഒരു വിധി തന്നെയാണ് കായിക തർക്ക പരിഹാര കോടതിയിൽ നിന്ന് ഇപ്പോൾ വന്നിരിക്കുന്നത്. 50 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിലാണ് വിനേഷ് ഫോഗട്ട് മത്സരിച്ചിരുന്നത്. പക്ഷേ ഫൈനലിന് തൊട്ട് മുമ്പ് 100 ഗ്രാം ഭാരക്കൂടുതൽ കണ്ടാണ് താരത്തെ അയോഗ്യയാക്കിയത്. അത് ആ ഘട്ടത്തിൽ തനിക്ക് സ്വാഭാവികമായി വന്നുപോയതാണ്. വെള്ളി മെഡലെങ്കിലും അനുവദിക്കണമെന്നായിരുന്നു വിനേഷിന്റെ ആവശ്യം. പക്ഷേ ആ ആവശ്യം ഇപ്പോൾ തള്ളിയിരിക്കുന്നു. ഇന്ത്യക്ക് കനത്ത തിരിച്ചടി, അല്ലെങ്കിൽ വലിയ നിരാശയുണ്ടാക്കുന്ന ഒരു വിധി തന്നെയാണ് ഇപ്പോൾ കായിക തർക്ക പരിഹാര കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. അനിൽ, എന്തൊക്കെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ അപ്പീൽ തള്ളിയത് എന്ന് വ്യക്തമാകുന്നുണ്ടോ? അതോ ഈ ഒറ്റവരിയിൽ ഈ കാര്യങ്ങൾ വിശദീകരിക്കുക മാത്രമാണോ അനിൽ? അതെ, ഇപ്പോൾ ഒരൊറ്റ വരി മാത്രമാണ് ഈ ഓർഡർ വായിക്കുമ്പോൾ മനസ്സിലാവുന്നത്. ഈ 3 പാർട്ടികൾ, അതായത് വിനേഷ് ഫോഗട്ടാണ് പരാതിക്കാരി. വിനേഷ് ഫോഗട്ട് എതിർകക്ഷിയായിട്ടുള്ളത് IOC-യും ഒപ്പം തന്നെ UWW, അതായത് യുണൈറ്റഡ് വേൾഡ് റെസ്ലിംഗ്, ഗുസ്തിക്കാരുടെ അന്താരാഷ്ട്ര സംഘടന. ഇവർക്കെതിരെയാണ് വിനേഷ് ഫോഗട്ട് പരാതി പോയത്. ഇതിലൊരു ഇൻട്രസ്റ്റഡ് പാർട്ടി, അതായത് തേർഡ് പാർട്ടിയായി IOA-യും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് എല്ലാവരെയും കോപ്പി വെച്ചുകൊണ്ടാണ് ഒറ്റ വരിയിൽ ഓസ്ട്രേലിയക്കാരിയായ ആർബിട്രേറ്റർ പറഞ്ഞിരിക്കുന്നത്. 7-ാം തീയതി നൽകിയിരിക്കുന്ന വിനേഷ് ഫോഗട്ടിന്റെ അപ്പീൽ തള്ളിയിരിക്കുന്നു എന്ന് മാത്രമാണ് പറയുന്നത്. എന്തുകൊണ്ട് എന്നത് മനസ്സിലാക്കുന്നില്ല. പക്ഷേ ഇതിന്റെ ഉത്തരവിൽ നിന്ന് നേരത്തെ തന്നെ നമുക്ക് ഊഹിക്കാവുന്നതായിരുന്നു. നിയമത്തിന്റെ വഴിക്ക് പോകും. അതായത് ഒരു ആയിട്ടുള്ള ഒരു നിയമങ്ങൾ ഇതിനകത്ത് ഉണ്ട്. ആ നിയമങ്ങൾക്കനുസരിച്ചാണ് മത്സരങ്ങൾ നടത്തുന്നത്. അല്ലാതെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു സാഹചര്യത്തിന്റെ പുറത്ത് ഒരു താരത്തിന് മാത്രമായി ഇളവ് കൊടുക്കാനാവില്ല എന്ന തരത്തിലൊക്കെ തന്നെയാണ് UWW വാദിച്ചത്. ആ കാര്യം അംഗീകരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ വിനേഷ് ഫോഗട്ടിന് മാത്രമായി ഒരു ഇളവ് നൽകുകയാണെങ്കിൽ അത് ദൂരവ്യാപകമായുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. കാരണം ഇതേ വർഷം ഇതേ സമയത്ത് തന്നെ ഒരു ഇറ്റലിക്കാരിക്കും കൂടി ഇതുപോലെ ഭാരക്കൂടുതൽ കണ്ട് പ്രിലിമിനറി റൗണ്ടിന് മുമ്പ് പുറത്താക്കിയിരുന്നു. അപ്പോൾ ആ താരത്തിന്റെ അടക്കം കാര്യത്തിൽ ഇളവ് കൊടുക്കേണ്ടി വരും. അതും കൂടുതൽ ആ താരവും കൂടി കേസിന് പോകേണ്ട ഒരു സാഹചര്യം ഒക്കെ ഉണ്ടാവും. അപ്പോൾ കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഇല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നതിന് വഴിവെക്കുന്നതും കൂടി മനസ്സിലാക്കിക്കൊണ്ടാവണം ഒരുപക്ഷെ കോടതി ഇത് തള്ളിയിരിക്കുന്നത്. അതിനപ്പുറം ഈ നമ്മൾ പ്രധാനമായും വാദിച്ചത്, വിനേഷ് ഫോഗട്ട് പ്രധാനമായും വാദിച്ചത്, മാനുഷിക പരിഗണന ഉണ്ടാവണം. ഒരു ആ തരത്തിലുള്ള ഒരു വിധിയാണ് ഉണ്ടാവുന്നത്. ഫൈനൽ വരെ മത്സരിക്കുന്ന ഘട്ടത്തിൽ തനിക്ക് കൃത്യമായ ഭാരം മാത്രമാണ് ഉണ്ടായിരുന്നത്. പ്രിലിമിനറി റൗണ്ടിന് ഇറങ്ങുമ്പോൾ നടത്തിയ പരിശോധനയിൽ 49.7 കിലോഗ്രാം മാത്രമാണ് ഉണ്ടായിരുന്നത്. 50-ൽ കൂടിയിട്ടില്ല. ഫൈനലിന് മുമ്പ് മാത്രമാണ് പ്രശ്നം. അങ്ങനെയെങ്കിൽ ഫൈനലിൽ കയറിയതിന്റെ ഭാഗമായുള്ള വെള്ളി മെഡൽ അനുവദിക്കണം എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞത്. ഒപ്പം തന്നെ ചൂട് കാലമാണ്, അതുകൊണ്ട് ശരീരത്തിൽ ജലാംശം കൂടുതൽ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. സ്ത്രീകൾക്കുണ്ടാവുന്ന ശരീര പ്രകൃതിക്കനുസരിച്ചും ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ടാവും. അത്തരം അത്തരം സാങ്കേതികമായിട്ടോ അല്ലെങ്കിൽ മാനുഷികമായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഏതെങ്കിലും തരത്തിൽ ഈ അപ്പീൽ പരിഗണിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു നിയമമുണ്ട്. ഈ എല്ലാ മത്സരങ്ങളും നടത്തുന്നത് ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതിനെ മറികടക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കോടതി. അനിൽ വാസുദേവാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.